പരുന്തുംപാറ കയ്യേറ്റത്തിൽ പഞ്ചായത്തിന്റെയും ഒത്താശ. വ്യൂ പോയിന്റിന് താഴെ കുരിശും വൻകിട നിർമ്മാണങ്ങളും നടത്തിയത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ പെർമിറ്റിന്റെ ബലത്തിലാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ പട്ടയ ഭൂമിയിലാണ് വലിയ ധ്യാന കേന്ദ്രം നിർമ്മിക്കാൻ സ്പെഷ്യൽ റെസിഡൻഷ്യൽ പെർമിറ്റ് നൽകിയത്. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ മാത്രമല്ല കുടപിടിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും ഇതിൽ പ്രതിക്കൂട്ടിലാണ്. വില്ലേജ് ഓഫീസർ നൽകിയ കൈവശാവകാശ രേഖയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ബിൽഡിംഗ് പെർമിറ്റും എടുത്തുകാട്ടിയാണ് താൻ എന്ത് നിയമലംഘനമാണ് നടത്തിയതെന്ന് സജിത് ജോസഫ് ചോദിക്കുന്നത്. കയ്യേറ്റ ഭൂമിയെന്ന് SIT കണ്ടെത്തിയ സ്ഥലത്ത് വലിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് എല്ലാ അനുമതികളും നൽകുകയായിരുന്നു. പരുന്തുംപാറ വ്യൂ പോയിന്റിലെ ഈ വലിയ കെട്ടിട നിർമ്മാണം കണ്ടല്ലോ. ഇതിന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ പെർമിറ്റിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. സ്പെഷ്യൽ റെസിഡൻഷ്യൽ പെർമിറ്റാണ്. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഈ കെട്ടിടം ഇതേ രീതിയിൽ പണിതുയർത്തിയത് പഞ്ചായത്ത് നൽകിയ ആ കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ പേരിലാണ്. 1964 പട്ടയച്ചട്ടപ്രകാരമുള്ള ഭൂമിയിൽ കൃഷിക്കൊപ്പം ഒരു വീടും വയ്ക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്. ഇവിടെ എങ്ങനെയാണ് 719 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള വലിയ കെട്ടിടം പണിയാൻ അനുമതി നൽകിയതെന്നതാണ് പ്രധാന ചോദ്യം. ഈ ബഹുനില കെട്ടിടം പൂർത്തീകരിച്ചതും റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ണടച്ചതുകൊണ്ടാണ്. കെട്ടിടം പണി തുടങ്ങിയപ്പോൾ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി ചടങ്ങ് പോലെ ഒരു സ്റ്റോപ്പ് മെമ്മോയും നൽകി മടങ്ങി. അതിനുശേഷം ഇത്രയും വലിയ നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കുന്നതുവരെ ആരും അനങ്ങിയില്ല. ഇതിനിടെ നിർമ്മാണം പൂർത്തീകരിച്ച സജിത് ജോസഫ് കെട്ടിട നമ്പറിനായി പഞ്ചായത്തിലെത്തിയപ്പോഴാണ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായത്. 2021 നൽകിയ പെർമിറ്റിൽ സംശയം തോന്നിയ ഇപ്പോഴത്തെ പഞ്ചായത്ത് സെക്രട്ടറി റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടി. ഇതോടെ കൈവശാവകാശം റദ്ദാക്കി വില്ലേജ് ഓഫീസർ പഞ്ചായത്തിന് കത്ത് നൽകി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സജിത് ജോസഫിന് ഈ മാസം ആദ്യം കെട്ടിട നമ്പർ നിഷേധിച്ചത്. അതും കയ്യേറ്റ വാർത്തകൾ പുറത്തു വന്ന ശേഷം. എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട്. ഇവിടെ ഇപ്പോൾ 5 ടവറുകളിലായി ഏതാണ്ട് 400 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു വലിയ പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കുളത്തെ സംബന്ധിച്ചും SIT റിപ്പോർട്ടിലുണ്ട്. ഇവിടെ വെള്ളം നിറഞ്ഞാൽ ആ കുളം തന്നെ പൊട്ടി വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും SIT മുന്നറിയിപ്പ് നൽകുകയാണ്. പരുന്തുംപാറയിൽ നിന്നും ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.